എല്ലാവരെയും ഇന്നത്തെ ഗണിത ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മൾ സർക്കിൾസ് വൃത്തങ്ങൾ എന്ന ചാപ്റ്ററാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനകത്ത് പേജ് 53 പ്രവർത്തനങ്ങളാണ് കഴിഞ്ഞ 2 ക്ലാസ്സിലായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്ന് അതിൻ്റെ തുടർച്ച. തേർഡ് ക്വസ്റ്റ്യൻ. ഇൻ ഈച്ച് പ്രോബ്ലം ബിലോ ഡ്രോ എ സർക്കിൾ ആൻഡ് കോഡ് ടു ഡിവൈഡ് ഇറ്റ് ഇൻ ടു 2 പാർട്സ് സച്ച് ദാറ്റ് ദ പാർട്സ് ആർ ആസ് സ്പെസിഫൈഡ്. ചുവടെ പറഞ്ഞിരിക്കുന്ന ഓരോ കണക്കിലും ഒരു വൃത്തവും കോഡ് എന്ന് പറഞ്ഞാൽ ഞാണും വരച്ച് വൃത്തത്തെ 2 ഭാഗങ്ങളാക്കണം. ഈ ഭാഗങ്ങൾ ഓരോന്നും ഈ ചോദ്യത്തിൽ പറഞ്ഞിരിക്കുന്നത് പോലെ ആയിരിക്കണം. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഓൾ ആംഗിൾസ് ഓൺ 1 പാർട്ട് 80 ഡിഗ്രി. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. ഓൾ ആംഗിൾസ് ഓൺ 1 പാർട്ട് 80 ഡിഗ്രി. ഒരു ഭാഗത്തെ ആംഗിളൊക്കെ എത്രയായിരിക്കണം? 80 ഡിഗ്രി ആയിരിക്കണം. അപ്പോൾ സെൻട്രൽ ആംഗിൾ അഥവാ കേന്ദ്രകോൺ 80ൻ്റെ ഇരട്ടി വരും. 80ൻ്റെ ഇരട്ടി കണ്ടുപിടിക്കാൻ 2 × 80 160 ഡിഗ്രി. അപ്പോൾ ഇത് റഫായിട്ട് ഞാനൊരു സർക്കിൾ വരച്ചു. AB എന്ന കോഡ് വരച്ചു. AB എന്ന കോഡ് ഈ സർക്കിളിനെ ഒരു വലിയ ഭാഗവും ചെറിയ ഭാഗവുമായിട്ട് മുറിച്ചു. നമുക്ക് കിട്ടേണ്ടത് ഒരു ഭാഗത്തെ കോണുകളെല്ലാം 80 ഡിഗ്രി ആയിരിക്കണം എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇത് സെൻറ്റർ O ആണ്. അപ്പം എയും ബിയും കേന്ദ്രവുമായി ഉണ്ടാക്കുന്ന ഈ ആംഗിൾ 160 ഡിഗ്രി 80ൻ്റെ ഇരട്ടി ആണെങ്കിൽ ഈ വൃത്തത്തിൻ്റെ വലിയ ഭാഗത്തെ ഏതൊരു ബിന്ദുവുമായും എയും ബിയും യോജിപ്പിച്ചാൽ കിട്ടുന്ന ആംഗിൾ 160ൻ്റെ പകുതി എത്രയായിരിക്കും? 80 ആയിരിക്കും. അപ്പം നമുക്ക് വേണ്ടത് ഈ ആംഗിളാണ് 80. ഇനി ചോദ്യത്തിൽ പറഞ്ഞിട്ടില്ലെങ്കിലും ഈ ആംഗിളും കൂടെ കൂട്ടിയാൽ 360 അപ്പോൾ ഇത് 160 ആകുമ്പോൾ ഈ ആംഗിൾ എത്ര വരും? 360ൽ നിന്ന് 160 കുറച്ചാൽ എത്ര? 200 അല്ലേ? 200. അപ്പോൾ ഈ സെൻട്രൽ ആംഗിൾ 200 ആകുമ്പോൾ ഈ വൃത്തത്തിൻ്റെ ചെറിയ ഭാഗത്ത് ഏതൊരു ബിന്ദുവുമായും എയും ബിയും യോജിപ്പിച്ചാൽ കിട്ടുന്ന ഈ ആംഗിൾ, ഇതിന് നമുക്ക് വേണമെങ്കിൽ AQB ഒട്ടും പേര് കൊടുക്കാം. ഈ ആംഗിൾ 200ൻ്റെ പകുതി 100 ആയിരിക്കും. അല്ലാതെ നമുക്കിത് കണ്ടുപിടിക്കാം. വൃത്തത്തിൻ്റെ ഇരുഭാഗത്തുമുള്ള കോണുകളുടെ തുക 180 ഡിഗ്രിയാണ്. അപ്പോൾ ഇത് 80 ആകുമ്പോൾ ഇത് എത്രയായിരിക്കും? 100. ഇനി ചിത്രം വരയ്ക്കാൻ പോകുന്നു. സർക്കിൾ വരയ്ക്കുന്നു. സർക്കിൾ വരച്ചു. കേന്ദ്രം O അടയാളപ്പെടുത്തി. ആരം OA വരയ്ക്കുന്നു. ആരം OA വരച്ചു. നമുക്ക് സെൻട്രൽ ആംഗിൾ 160 ഡിഗ്രിയാണ് വേണ്ടത്. അപ്പം പ്രൊട്രാക്ടർ ഇങ്ങനെ വെച്ചു. ഈ 0ത്തിൽ നിന്നുള്ള അളവെടുക്കുന്നു. 160 എവിടെ വരും? 160 ഇവിടെ വരും. ഇനി സ്കെയിൽ ഉപയോഗിച്ച് ഇത് യോജിപ്പിക്കുന്നു. ഇവിടം വരെ മതി. ഈ പോയിന്റിന് B എന്ന് പേര് കൊടുക്കുന്നു. എയും ബിയും യോജിപ്പിക്കുന്നു. അപ്പോൾ ഈ ആംഗിൾ എത്രയായിരിക്കും? 160 ഡിഗ്രി. അപ്പോൾ വൃത്തത്തിൻ്റെ ഈ ഭാഗത്ത് ഏതൊരു പോയിന്റുമായും എയും ബിയും യോജിപ്പിക്കുമ്പോൾ കിട്ടുന്ന ആംഗിൾ 160ൻ്റെ പകുതി 80 ആയിരിക്കും. അതാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഇവിടെ ഒരു പോയിന്റ് അടയാളപ്പെടുത്തുന്നു. P. എയും പിയും ബിയും പിയും യോജിപ്പിക്കുന്നു. ബിയും പിയും എയും പിയും യോജിപ്പിച്ചു. അപ്പോൾ ഈ ആംഗിൾ എത്ര ഡിഗ്രി ആയിരിക്കും? 80 ഡിഗ്രി. ഇനി ഈ വൃത്തത്തിൻ്റെ ഈ ഭാഗത്ത് ഏതൊരു ബിന്ദുവായും എയും ബിയും യോജിപ്പിച്ചാൽ കിട്ടുന്ന ആംഗിൾ ഇത് 80 ഡിഗ്രി അല്ലേ? അപ്പോൾ ഇത് എത്രയായിരിക്കും? 100 ഡിഗ്രി. അല്ലെങ്കിൽ ഇങ്ങനെയും പറയാം. ഇത് മൊത്തം 360 ഡിഗ്രിയാണ്. ഇത് 160. അപ്പോൾ ഇതെത്രയാണ്? 200. അപ്പോൾ എയും ബിയും വൃത്തത്തിൻ്റെ ഈ ഭാഗത്തെ ഏതൊരു ബിന്ദുവായിട്ട് യോജിപ്പിക്കുന്ന ആംഗിൾ 200ൻ്റെ പകുതി 100 ആയിരിക്കും. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ. ഓൾ ആംഗിൾസ്
ഓൺ വൺ പാർട്ട് 110 ഡിഗ്രി. അപ്പോൾ സെൻട്രൽ ആംഗിൾ എന്ത് വരും? 110 ഡിഗ്രിയുടെ ഇരട്ടിയായിരിക്കും കേന്ദ്രകോൺ. സെൻട്രൽ ആംഗിൾ ഇരട്ടി കണ്ടുപിടിക്കാൻ 2 കൊണ്ട് ഗുണിച്ചാൽ മതി. 2നെ 11 കൊണ്ട് ഗുണിച്ചാൽ 22, ഒരു 0. അപ്പം ഞാൻ റഫായിട്ട് ഒരു സർക്കിൾ വരച്ചിട്ടുണ്ട്. ആ സർക്കിളിലൊരു കോഡ് AB വരച്ചിട്ടുണ്ട്. സെൻട്രൽ ആംഗിൾ എത്ര ഡിഗ്രി ആയിരിക്കണം എന്നാണ് പറഞ്ഞത്? 220 ഡിഗ്രി ആയിരിക്കണം എന്നാണ് പറഞ്ഞത്. അപ്പോൾ 220 ഡിഗ്രി നമുക്ക് പ്രൊട്രാക്ടറിൽ വരയ്ക്കാൻ ബുദ്ധിമുട്ടല്ലേ? വരയ്ക്കണമെങ്കിൽ വരയ്ക്കാം, പക്ഷേ ഇച്ചിരി പ്രയാസമാണ്. 180 വരെയല്ലേ ഉള്ളൂ പ്രൊട്രാക്ടറിൽ. ഞാനിവിടുത്തെ സെൻറ്ററുമായിട്ട് യോജിപ്പിക്കുന്നു, എയും ബിയും. എയും ബിയും സെൻറ്ററുമായിട്ട് യോജിപ്പിച്ചു. അപ്പം ഇവിടുത്തെ 2 ആംഗിളും കൂടെ കൂട്ടിയാൽ 360 ഡിഗ്രി ആണല്ലോ. അപ്പോൾ ഒന്ന് 220 ആണെങ്കിൽ അടുത്തത് എത്രയായിരിക്കും? 360ൽ നിന്ന് 220 കുറച്ചാൽ മതി, 140. അപ്പോൾ ആദ്യം നമ്മൾ 140 അടയാളപ്പെടുത്തുക. ഇവിടെ ഇത് 140 ആണെങ്കിൽ വൃത്തത്തിൻ്റെ ഈ ഭാഗത്ത് ഏതൊരു ബിന്ദുവുമായും എയും ബിയും യോജിപ്പിക്കുമ്പോൾ കിട്ടുന്ന ആംഗിൾ 140ൻ്റെ പകുതിയായ 70 ആയിരിക്കും. അപ്പോൾ ഇത് 140 ആണെങ്കിൽ ഇത് എത്രയായിരിക്കും വരുന്നത്? 220 അല്ലേ? അപ്പോൾ വൃത്തത്തിൻ്റെ ഈ ചെറിയ ഭാഗത്ത് ഏതൊരു ബിന്ദു എടുത്ത് എയും ബിയും ആ ബിന്ദുവായിട്ട് യോജിപ്പിച്ചാൽ കിട്ടുന്ന ആംഗിൾ 220ൻ്റെ പകുതിയായ 110 ഡിഗ്രി ആയിരിക്കും. ഇതല്ലേ നമുക്ക് വേണ്ടത്. അപ്പം നമ്മൾ ആദ്യം സർക്കിൾ വരയ്ക്കുന്നു. സെൻറ്റർ O അടയാളപ്പെടുത്തുന്നു, റേഡിയസ് മാർക്ക് ചെയ്യുന്നു. റേഡിയസ് OA മാർക്ക് ചെയ്തു. ഇനി നമുക്ക് 140 ഡിഗ്രി ഇവിടെ എടുക്കാം. 140 ഈ 0ത്തിൽ നിന്നുള്ള അളവെടുക്കണം. അപ്പോൾ 140 ഡിഗ്രി എന്ന് പറഞ്ഞാൽ എവിടെ വരും? ഇവിടെ വരും. സ്കെയിൽ ഉപയോഗിച്ച് യോജിപ്പിക്കുന്നു. ഈ പോയിൻ്റ് ബി എന്ന് മാർക്ക് ചെയ്യുന്നു. എയും ബിയും യോജിപ്പിച്ച് വരയ്ക്കുന്നു. അപ്പോഴല്ലേ നമുക്ക് കോഡ് കിട്ടത്തുള്ളൂ. കോഡ് അഥവാ ഞാൻ വരയ്ക്കാൻ ചോദ്യത്തിൽ പറയുന്നുണ്ട്. അപ്പോൾ ഇത് 140 ഡിഗ്രി ആവുമ്പോൾ എയും ബിയും ഈ ഭാഗത്ത് ഏതൊരു പോയിൻറ്റുമായിട്ട് യോജിപ്പിക്കുമ്പോൾ കിട്ടുന്ന ആംഗിൾ 140ൻ്റെ പകുതി 70 ആയിരിക്കും. അപ്പോൾ ഈ ആംഗിൾ എത്രയായിരിക്കും? 360ൽ നിന്ന് 140 കുറച്ചാൽ 220 കിട്ടും. അപ്പോൾ എയും ബിയും ഈ വൃത്തഭാഗത്ത് ഏതൊരു ബിന്ദുവുമായിട്ടും യോജിപ്പിക്കുമ്പോൾ കിട്ടുന്ന ആംഗിൾ എത്രയാണ്? 110 ആണ്. അപ്പോൾ ഞാൻ ഇവിടെ ഒരു Q എന്ന പോയിൻ്റ് അടയാളപ്പെടുത്തുന്നു. AQ BQ യോജിപ്പിക്കുന്നു. AQ അപ്പോൾ ഈ ആംഗിൾ എത്രയായിരിക്കും? 110 ഡിഗ്രി. ഇനി തേർഡ് ക്വസ്റ്റ്യൻ. ഓൾ ആംഗിൾസ് ഓൺ വൺ പാർട്ട് ഈസ് ഹാഫ് ഓഫ് ഓൾ ആംഗിൾസ് ഓൺ ദി അതർ. അതായത് ഒരു ഭാഗത്തെ കോണുകളെല്ലാം മറുഭാഗത്തെ കോണിൻ്റെ പകുതിയായിരിക്കണം. ഞാൻ റഫായിട്ടൊരു സർക്കിൾ വരച്ചു. ഈ സർക്കിളിൻ്റെ സെൻറ്റർ O അടയാളപ്പെടുത്തി ഇങ്ങനൊരു കോഡ് AB. ഒരു ഭാഗത്തെ കോണെല്ലാം മറുഭാഗത്തെ കോണിൻ്റെ പകുതി ആയിരിക്കണം എന്നാണ് പറഞ്ഞത്. അപ്പം ഞാൻ ഈ വൃത്തത്തിൻ്റെ വലിയ ഭാഗത്ത് ഒരു ബിന്ദുവായിട്ട് എയും ബിയും യോജിപ്പിക്കുന്നു. വൃത്തത്തിൻ്റെ ചെറിയ ഭാഗത്ത് ഒരു ബിന്ദുവായിട്ട് എയും ബിയും യോജിപ്പിക്കുന്നു. നമ്മളോട് പറഞ്ഞിരിക്കുന്ന ഒരു ഭാഗത്തെ കോൺ മറുഭാഗത്തെ കോണിൻ്റെ പകുതി ആയിരിക്കണം എന്നാണ് പറഞ്ഞത്. അപ്പം ഈ എയും ബിയും വൃത്തത്തിൻ്റെ ചെറിയ ഭാഗത്ത് ഉണ്ടാക്കുന്ന കോണായിരിക്കും എപ്പോഴും വലുത്. നമുക്ക് ഈ 2 കോണുകളും എത്ര ഡിഗ്രി വീതമാണെന്ന് തന്നിട്ടില്ലല്ലോ. അപ്പം നമ്മൾ ഇതിൻ്റെ ഈ കോണ് 2x എന്ന് എടുക്കുന്നു. 2x ആണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ കോൺ എത്രയായിരിക്കും? 2xൻ്റെ പകുതി. ഏതിൻ്റെ പകുതിയും കണ്ടുപിടിക്കാൻ 2 കൊണ്ട് ഹരിച്ചാൽ മതിയല്ലോ. ഇവിടെ 2 വെട്ടിപ്പോയി. അപ്പോൾ x, 2xൻ്റെ പകുതി x. നമ്മൾ ഈ കോണ് കണ്ടുപിടിക്കാൻ പോവുകയാണ്. അപ്പോൾ
വൃത്തത്തിൻ്റെ ഇരുഭാഗങ്ങളിലുള്ള കോണുകളുടെ തുക എത്രയാണെന്ന് നമുക്കറിയാം, 180. അപ്പോൾ ഇത് രണ്ടും കൂടെ കൂട്ടിയാൽ 180 അല്ലേ വേണ്ടത്. അപ്പോൾ 2x + x = 380. അപ്പോൾ 2x + x 3x. 3x = 180. 3x = 180 എന്ന് പറഞ്ഞാൽ 3 × x = 180 എന്നാണ് അർത്ഥം. അപ്പോൾ x = ഈ ഗുണിക്കണം 3 സമത്തിന് ഇപ്പുറം വരുമ്പോൾ എന്തായി, ഹരിക്കണം 3ആയി. അപ്പം 180നെ 3 കൊണ്ട് ഹരിച്ചാൽ എത്രയാണ്? 18നെ 3 കൊണ്ട് ഹരിച്ചാൽ എത്രയാണ്? 6 × 3 = 18, 6. പിന്നെ ഒരു 0 കൂടി ഇട്ടാൽ മതി. അപ്പം 180നെ 3 കൊണ്ട് ഹരിച്ചാൽ 60. x = 60 എന്ന് കിട്ടി. അപ്പോൾ ഈ ആംഗിൾ എത്രയായിരിക്കും? 60. അപ്പോൾ ഈ ആംഗിൾ എന്ത് വരും? 60ൻ്റെ ഇരട്ടി 2 × 60 120. അപ്പോൾ ഈ രണ്ടും കൂടെ കൂട്ടിയാൽ 180 ഈ കോണിൻ്റെ ഇരട്ടിയാണ് ഇത്. അപ്പോൾ ഇതെങ്ങനെ വരയ്ക്കും? ഞാൻ എയും ബിയും കേന്ദ്രവുമായി യോജിപ്പിക്കുന്നു. അപ്പോൾ ഈ ആംഗിൾ 60 ആണെങ്കിൽ ഈ ആംഗിൾ എത്ര വരും? 120. ഈ ആംഗിൾ 120 ആണെങ്കിൽ ഇത് എത്ര വരും? 240 ആണല്ലോ. ഇത് 240 ആണെങ്കിൽ ഈ ആംഗിൾ 120. അങ്ങനെ വരച്ചാൽ മതി. അത് വരയ്ക്കാനായിട്ട് ഞാൻ ആദ്യം സർക്കിൾ വരയ്ക്കുന്നു. കേന്ദ്രം O അടയാളപ്പെടുത്തുന്നു, റേഡിയസ് OA വരയ്ക്കുന്നു. ഇനി നമുക്ക് 120 ഡിഗ്രിയാണ് വേണ്ടതല്ലേ. അപ്പോൾ ഇങ്ങനെ പ്രൊട്രാക്ടർ വെച്ചു, 0 നിന്നുള്ള അളവെടുത്തു. എവിടെയായിരുന്നു 120 ഡിഗ്രി വരുന്നത്? ഇവിടെയാണ്, ഇവിടെ മാർക്ക് ചെയ്തു. ഇനി സ്കെയിൽ ഉപയോഗിച്ച് ഇത് യോജിപ്പിക്കണം. അപ്പോൾ ഇത് ബി. ഇനി കോഡ് വരയ്ക്കണം. ഞാൻ വരച്ച വൃത്തത്തെ 2 ഭാഗങ്ങളാക്കാൻ പറഞ്ഞിട്ടില്ലേ. അപ്പോൾ ഈ എയും ബിയും കൂടി നമുക്ക് യോജിപ്പിക്കണം. യോജിപ്പിച്ചു. അപ്പോൾ ഈ ആംഗിൾ എത്രയാണ്? 120 ഡിഗ്രി. അപ്പോൾ എയും ബിയും വൃത്തത്തിൻ്റെ ഈ ഭാഗത്തെ ഏതൊരു ബിന്ദുവുമായിട്ട് യോജിപ്പിച്ചാൽ കിട്ടുന്ന ആംഗിൾ 120ൻ്റെ പകുതി ആയിരിക്കും, 60. ഇനി ഇവിടുത്തെ ആംഗിളോ? ഈ സെൻട്രൽ ആംഗിൾ എത്രയായിരിക്കും? 240. അപ്പോൾ 240ൻ്റെ പകുതി 120 ആയിരിക്കും. എയും ബിയും ഇവിടെയുള്ള ഏത് പോയിന്റിലും യോജിപ്പിച്ചാൽ കിട്ടുന്ന ആംഗിൾ. അപ്പോൾ ഞാനിവിടെ പി എന്നൊരു പോയിന്റ് അടയാളപ്പെടുത്തി എ പിയും ബി പിയും യോജിപ്പിക്കുന്നു. ബി പി യോജിപ്പിക്കുന്നു, പിന്നെ എ പി. പിന്നെ ഇവിടെ ഒരു പോയിന്റ് ക്യൂ അടയാളപ്പെടുത്തി. ഇനി എ ക്യൂവും ബി ക്യൂവും യോജിപ്പിക്കുന്നു. ആദ്യം ബി ക്യൂ യോജിപ്പിക്കുന്നു, പിന്നെ എ ക്യൂവും യോജിപ്പിക്കുന്നു. അപ്പോൾ ഈ ആംഗിൾ 60 ഡിഗ്രി, ചെറിയ ആംഗിൾ 60 ഡിഗ്രി, ഈ വലിയ ആംഗിൾ 120 ഡിഗ്രി. അപ്പോൾ ഈ ഭാഗത്തെ കോണുകളെല്ലാം ഈ ഭാഗത്തെ കോണുകളുടെ പകുതിയാണ്. ഓൾ ആംഗിൾസ് ഓൺ വൺ പാർട്ട് 1.5 ടൈംസ് ദ ആംഗിൾസ് ഓൺ ദി അതർ. ഒരു ഭാഗത്തെ കോണുകളെല്ലാം മറുഭാഗത്തെ കോണുകളുടെ 1.5 മടങ്ങ്. അപ്പം ഞാനിവിടെ ഒരു സർക്കിൾ വരച്ചിട്ടുണ്ട്. സെൻറ്റർ ഇതാണ്. AB എന്ന കോഡ് വരച്ചിട്ടുണ്ട്. ഈ സർക്കിളിനെ ഒരു വലിയ വൃത്തഭാഗവും ചെറിയ വൃത്തഭാഗവുമായിട്ട് മുറിക്കുന്നു. ഞാൻ കേന്ദ്ര O ആണ്, കേന്ദ്രവുമായി യോജിപ്പിക്കുന്നു. നമുക്ക് പറഞ്ഞിരിക്കുന്നത് ഒരു ഭാഗത്തെ കോണുകളെല്ലാം മറുഭാഗത്തെ കോണിൻ്റെ 1.5 മടങ്ങെന്നാണ്. അപ്പോൾ എയും ബിയും വലിയ വൃത്തഭാഗത്തെ ഒരു ബിന്ദുവുമായിട്ട് യോജിപ്പിക്കുമ്പോൾ കിട്ടുന്ന ആംഗിളാണിത്. ഇനി ചെറിയ വൃത്തഭാഗത്തിലെ ഒരു ബിന്ദുവിൽ യോജിപ്പിക്കുമ്പോൾ കിട്ടുന്ന ആംഗിളാണിത് അല്ലേ. ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, ഈ വലിയ വൃത്തഭാഗത്തെ കോണായിരിക്കും ചെറുത്. അപ്പോൾ ഇവിടുത്തെ കോണ് നമുക്ക് അറിഞ്ഞുകൂടാ, ഇവിടുത്തെ കോണും നമുക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ ഇവിടുത്തെ കോണ് ഞാൻ X ആയിട്ട് എടുക്കുന്നു. അപ്പോൾ ഇവിടുത്തെ കോൺ എത്രയാണെന്നാണ് പറഞ്ഞത്? 1.5 മടങ്ങ്. ഇവിടുത്തെ കോൺ എത്രയാണോ അതിൻ്റെ 1.5 മടങ്ങായിരിക്കും ഇവിടുത്തെ കോൺ. അപ്പോൾ 1.5 മടങ്ങ് എന്ന് പറഞ്ഞാൽ 1.5x. ഇത് രണ്ടും കൂടെ കൂട്ടിയാൽ എത്രയാണ്? 180 ആണല്ലോ. അപ്പോൾ x +
1.5 എന്നുള്ളതിന് നമുക്ക് എങ്ങനെ എഴുതാം? നമ്മൾ പഠിച്ചിട്ടുണ്ട് 1 2 2 2 1 3 3/2 എന്ന് എഴുതി കൂടെ. 3/2x = 180. 3/2 ഫ്രാക്ഷനാണ്. അപ്പോൾ നമുക്കിത് സോൾവ് ചെയ്യാൻ എക്സിനെ നമുക്ക് എങ്ങനെ എഴുതാം? x/1 എന്ന് എഴുതാം. അപ്പോൾ ഇവിടെ ഡിനോമിനേറ്റർ വ്യത്യസ്തമാണ്, അതുകൊണ്ട് ഇത് ആഡ് ചെയ്യാൻ, കൂട്ടാൻ വേണ്ടിയിട്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ x × 2 പ്ലസ് 3/2x എന്ന് പറഞ്ഞാൽ ഇത് 3x ആണ്. 3x × 1 ബൈ 1 × 2 ഇത് എത്രയാണ്? 180. അപ്പോൾ എന്ത് വരും? x × 2 എന്ന് പറഞ്ഞാൽ 2x പ്ലസ് 3x × 1 എന്ന് പറഞ്ഞാൽ 3x ബൈ 2 = 180. അപ്പോൾ 2x പ്ലസ് 3x എത്രയാണ്? 5x. 5x ബൈ 2 = 180. 5x = ബൈ 2 സമത്തിനിപ്പുറം വരുമ്പോൾ എന്താണ്? × 2. അപ്പോൾ എന്ത് വരും? 5x = 180നെ 2 കൊണ്ട് ഗുണിച്ചാൽ 18നെ 2 കൊണ്ട് ഗുണിച്ചാൽ എത്ര? 2 16 1 ബാക്കി 36 360. അപ്പോൾ എക്സ് സമം 5x എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? 5 × x. അപ്പോൾ എക്സ് സമം ഈ 5 സമത്തിനിപ്പുറം വരുമ്പോൾ ഹരിക്കണം 5 ആവും. ഇതിനെ ഹരിച്ചാൽ എന്ത് വരും? 360നെ 5 കൊണ്ട് 36ൽ 5 7 പ്രാവശ്യം, 7 5 35, 1 ബാക്കിയില്ലേ? 10ൽ 5 2 പ്രാവശ്യം. അപ്പോൾ എക്സ് സമം 72. അപ്പോൾ ഈ ചെറിയ കോൺ എത്ര വരും? 72. അപ്പോൾ ഈ വലിയ കോൺ 72ൻ്റെ 1.5 മടങ്ങ്. അതിന് 72ൻ്റെ 1.5 മടങ്ങ് കണ്ടുപിടിക്കുന്നതിനേക്കാൾ എളുപ്പം നമുക്കറിയാമല്ലോ, ഇത് രണ്ടും കൂടെ കൂട്ടിയാൽ 180 ആണെന്ന്. അപ്പോൾ ഈ കോൺ കണ്ടുപിടിക്കാൻ 180ൽ നിന്ന് 72 കുറച്ചാൽ മതി. 8 2 10 7 1 8 0 108. അപ്പോൾ ഇതെത്ര വരും? 108. അപ്പോൾ ഇത് 72 ആകുമ്പോൾ ഈ സെൻട്രൽ ആംഗിൾ എത്രയായിരിക്കും? 72ൻ്റെ ഇരട്ടി അല്ലേ? 72നെ 2 കൊണ്ട് ഗുണിക്കുക. അപ്പോൾ 2 4 27 14. ഇത് 144ആണ്. അപ്പോൾ ഇതെത്ര വരും? ഈ 2 ആംഗിളും കൂടെ കൂട്ടിയാൽ 360 ഡിഗ്രി അല്ലേ? 360ൽ നിന്ന് 144 കുറച്ചാൽ 6 4 10 4 1 5 6 216. അപ്പോൾ 216ൻ്റെ പകുതി 108 ഇവിടെ വരും. സർക്കിൾ വരയ്ക്കുന്നു. ഇവിടെ സെൻറ്റർ O മാർക്ക് ചെയ്യുന്നു. OA എന്നുള്ള റേഡിയസ് വരയ്ക്കുന്നു. അപ്പോൾ ഇവിടുത്തെ ആംഗിൾ എത്രയായിരിക്കണം? 144 ഡിഗ്രി ആയിരിക്കണം. അപ്പോൾ 0ൽ നിന്ന് എടുത്താൽ 130 140 ഇവിടെ വരും 144. ഇത് യോജിപ്പിക്കുന്നു. ഇത് ബി എന്ന പോയിൻ്റ് കൊടുക്കുന്നു. നമുക്ക് കോഡ് വരയ്ക്കണ്ടേ? ഞാൻ വരയ്ക്കണ്ടേ? അപ്പോൾ ഈ എയും ബിയും കൂടെ യോജിപ്പിച്ചാൽ മതി. അപ്പോൾ ഈ ആംഗിൾ എത്ര ഡിഗ്രിയാണ്? 144 ഡിഗ്രിയാണ്. അപ്പോൾ എയും ബിയും വൃത്തത്തിലെ ഈ ഭാഗത്ത് ഏതൊരു പോയിന്റുമായി യോജിപ്പിച്ചാൽ കിട്ടുന്ന ആംഗിൾ 144ൻ്റെ പകുതി 72 ആയിരിക്കും. അപ്പം ഞാനിവിടെ പി എന്ന പോയിന്റ് അടയാളപ്പെടുത്തി എയും പിയും ബിയും പിയും യോജിപ്പിക്കുന്നു. ബിയും പിയും യോജിപ്പിച്ചു. എയും പിയും യോജിപ്പിക്കുന്നു. യോജിപ്പിച്ചു. അപ്പോൾ ഈ ആംഗിൾ 72 ഡിഗ്രി ആയിരിക്കും. ഇത് 144 ആകുമ്പോൾ ഈ ആംഗിൾ എത്രയായിരിക്കും എന്ന് നമ്മൾ കണ്ടത്? 216. രണ്ടും കൂടെ കൂട്ടിയ 360 വേണ്ടത്. അപ്പോൾ ഇവിടെ ഒരു പോയിന്റ് ക്യൂ അടയാളപ്പെടുത്തി എയും ക്യൂവും ബിയും ക്യൂവും യോജിപ്പിക്കുന്നു. എയും ക്യൂവും യോജിപ്പിച്ചു. ബിയും ക്യൂവും യോജിപ്പിച്ചു. ഈ ആംഗിൾ എത്രയാണ്? 108 ഡിഗ്രി. അപ്പം ഇവിടെയുള്ള 72ൻ്റെ 1.5 മടങ്ങാണ് 108. അതല്ലേ നമുക്ക് കണ്ടുപിടിക്കേണ്ടത്.